പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ ഒരു സജീവ സാന്നിധ്യമാണ് ടി.ജി. മോഹൻദാസ് എന്ന വ്യക്തി. ആ ടി.ജി. മോഹൻദാസ് ഒരു RSSൻ്റെയും BJPയുടെയും ഒക്കെ വലിയ നേതാവും അതിൻ്റെ താത്വികാചാര്യനുമൊക്കെയാണ് എന്ന് ഞാൻ കരുതിയിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതങ്ങനെ എനിക്ക് തോന്നാൻ കാരണം ദൃശ്യമാധ്യമ രംഗത്ത് അദ്ദേഹം വന്നിരുന്ന ഈ BJPയെയും RSSനെയും ഒക്കെ വളരെ തീവ്രമായി പിന്തുണയ്ക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കരുതി വെച്ചിരുന്നത്. അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല ടി.ജി. മോഹൻദാസ് എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം എന്തോ ഒരു അയോധ്യ പ്രിൻറ്റേഴ്സും പറഞ്ഞെന്തോ ഒരു പ്രിൻറ്റിങ് ഇത് നടത്തിയിരുന്നെന്നോ, അയാൾ കെൽട്രോണിലെ ജീവനക്കാരനായിരുന്നെന്നോ അവിടുന്ന് റിട്ടയർ ചെയ്തിരുന്നോ ഒക്കെയാണ് കേൾക്കുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷേ അഭിഭാഷകനാണെങ്കിൽ എനിക്ക് കേസൊന്നുമില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ കോടതിയിൽ പോയി ഇതൊക്കെ കേട്ടിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ BJPയുടെയും RSSൻ്റെയും ഒന്നും വലിയ കൂടിയ ആളൊന്നും അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എങ്കിലും ദൃശ്യമാധ്യമ രംഗത്ത് ഈ BJPയെയും RSSനെയും ഒക്കെ അതിശക്തമായി പിന്തുണയ്ക്കുന്ന തീവ്ര നിലപാടുകളെടുത്ത് BJP അണികളുടെ പിന്തുണ വ്യാപകമായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടി.ജി. മോഹൻദാസ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് വേറെയും പല കാര്യങ്ങളൊക്കെ കേട്ടു. പക്ഷേ ഒന്നും ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതിയതായി എന്തുകൊണ്ട് ഗോഡ്സെ എന്തുകൊണ്ട് പിന്തുണച്ചുകൂടാ എന്നുള്ള ഒരു വീഡിയോയുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കോഴിക്കോട് IITയിലെ ഒരു വനിതാ പ്രൊഫസർ ഗോഡ്സെയെ പിന്തുണയ്ക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഉയർന്നുണ്ട്. അതിൽ ഗോഡ്സെയെ പിന്തുണച്ചാൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. BJPയുടെയും RSSൻ്റെയും ഒക്കെ തീവ്രമായി പിന്തുണച്ചുകൊണ്ട് ആളുകൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് BJPയുടെയും RSSൻ്റെയും അണികളുടെയൊക്കെ പിന്തുണ ദൃശ്യമാധ്യമങ്ങളിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീമാൻ ടി.ജി. മോഹൻദാസ്. അദ്ദേഹത്തിന് BJPയിലും RSSലും ഒന്നും അങ്ങനെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്ന് മാത്രമല്ല BJPയിലൊക്കെ തന്നെ അയാളോട് വലിയ ശത്രുത ഉണ്ട് എന്നും എനിക്ക് മനസ്സിലായി. സുബ്രഹ്മണ്യ സ്വാമിയുടേത് ഒരു പാർട്ടിയിൽ അദ്ദേഹം കുറച്ച് നാളുണ്ടായിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. ഞാൻ അയാളെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ടി.ജി. മോഹൻദാസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ ഒന്നുകിൽ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവോ ആയി നിയമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ലാവലിൻ കേസ് 38 39 തവണ മാറ്റിവെച്ചു. 40 തവണ എന്ന് പറയുന്നവരുമുണ്ട്. ഹൈക്കോടതിയിൽ ഒരു സുർജയകാന്ത് KV വിശ്വനാഥൻ എന്ന് പറയുന്ന 2 ന്യായാധിപന്മാരുടെ മുന്നിൽ ഈ കേസ് വന്നു. അത് 39ാമത്തെ തവണയോ 40ാമത്തെ തവണയോ മാറ്റിവെച്ചു. ആ ന്യായാധിപനായിട്ടുള്ള സുർജയകാന്ത് അത് ജൂലൈ 1 വെച്ചത്. അവസാനം CBIയുടെ ഇടപെടലൊക്കെ കൊണ്ടാണെന്ന് മനസ്സിലാവുന്നു. അത് മെയ് 1 ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 39 കഴിഞ്ഞ് 40ാമത്തെ തവണയാണ് ഇപ്പം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി കേരളത്തിൽ. സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ 2017 ഒക്ടോബർ 10 ലാവലിൻ CBI മോഡി ഗവൺമെൻറ്റിൻ്റെ CBI കൊടുത്ത അപ്പീലാണ് ഇത്രയും കാലം മാറ്റിവെച്ച് ഇപ്പോൾ ജൂലൈ 1 ഇപ്പോൾ മെയ് 1 വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷയത്തിൽ ശ്രീമാൻ ടി.ജി. മോഹൻദാസിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ടി.ജി. മോഹൻദാസിനെ ഒന്നുകിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവോ ആയിട്ടെങ്കിലും ഈ RSS BJP തീവ്ര നിലപാടുകൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് തട്ടിവിടുന്ന ഇയാളെ നിയമിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അത് മിക്കവാറും അത് നിങ്ങൾക്ക് അതിനകത്തൊരു ഡൈക്കോട്ടമി ഒരു 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 ഈ പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്ത നിലപാടാണല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. കാരണം ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് BJPയുടെയും RSSൻ്റെയും തീവ്ര നിലപാടുകളെല്ലാം പിന്തുണച്ച് അവരുടെ പ്രത്യയശാസ്ത്രം ശക്തമായി ഉന്നയിച്ച് BJPയുടെയും RSSൻ്റെയും ഒക്കെ അണികളുടെ കയ്യടി നേടുന്ന ഒരാൾ, അയാളെ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയും ആക്കുക എന്ന് ഞാൻ പറയുക എന്ന് ഒരുപക്ഷെ എൻ്റെ പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. അതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഈ നൽകാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹം വന്നിരുന്നു. അന്ന് അദ്ദേഹം CMRലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അദ്ദേഹം പിണറായി വിജയനെ സ്തുതിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവിടെയും എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം RSSൻ്റെയും BJPയുടെയും തീവ്ര നിലപാടുകൾ പറയുന്ന ആൾ
പിണറായി വിജയനെ BJP-ക്കാരും RSS-കാരും ഉൾപ്പെടെ ശക്തിയുക്തം വിമർശിക്കുമ്പോൾ ഇയാൾ വന്നിരുന്ന് ഇങ്ങനെ പരസ്യമായി പിണറായി വിജയനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് സംബന്ധിച്ച് ഞാനന്നും അതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, എന്നെ അത്ഭുതപ്പെടുത്തിയത്, എന്നെ ആകെ ഞെട്ടിച്ചത് ഇയാൾ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് തട്ടിവിടുന്ന ചില അഭിപ്രായങ്ങളാണ്. അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയാണ് എന്നുള്ളൊരു നിലയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹം വലിയൊരു ബുദ്ധിജീവിയാണെന്ന് തോന്നുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംഭാഷണം അദ്ദേഹം അഭിമുഖ സംഭാഷണം നടത്തുന്ന ആൾ വടയാർ സുനിൽ എന്ന് പറഞ്ഞ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ലാവ്ലിൻ കേസ് ഇങ്ങനെ 30 പ്രാവശ്യം മാറ്റി വെച്ചു. ലാവ്ലിൻ കേസ് ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ അങ്ങോട്ട് ഈ മണ്ടത്തരങ്ങളിങ്ങനെ തട്ടി മൂളിക്കുകയാണ്. സത്യത്തിൽ അയാൾക്ക് ഈ ലാവ്ലിൻ കേസിനെ കുറിച്ചിട്ട് വലിയ പിടിയൊന്നുമില്ല എന്നുള്ളത് അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. എന്നാൽ എല്ലാം അറിയാമെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക. അദ്ദേഹം പറയുന്ന ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അതിനകത്തൊരു കാര്യമുള്ള കേസൊന്നുമല്ല. അതൊരു ഡിസ്ചാർജ് പെറ്റീഷനാണ്. അതിനകത്ത് കൺകറൻ്റ് ആയിട്ടുള്ള പിണറായിയെ രക്ഷപ്പെടുത്തിയ വിധികളുണ്ട്. അതുകൊണ്ട് അതിനകത്തൊന്നും സംഭവിക്കാനില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പിണറായി വിജയനെ അങ്ങോട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ് നാണം കെട്ട് നമ്മൾ തൊലി ഉരിഞ്ഞു പോകും. കാരണം BJP-യുടെയും RSS-ൻ്റെയും വക്താവ് എന്നുള്ള നിലയിൽ വരുന്ന ആളാണ് അയാൾ അങ്ങ് പിണറായി വിജയനെ ഇതുപോലെ അലക്കി വെളുപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുന്നതിൻ്റെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലെന്നാണ്. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ പൊട്ടത്തരം വിളിച്ചു പറയുമ്പോഴത്തേക്കും അതിന് മറുപടി പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് TG മോഹൻദാസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2005 വന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിലാണ് ഈ ലാവ്ലിൻ കേസ് ആദ്യം പരാമർശിക്കപ്പെടുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ചീളി സ്ഥാപനമാണെന്നൊന്നും നിങ്ങൾ പറയില്ലല്ലോ. അതൊരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിൻ്റെ കണ്ടെത്തലാണ് ലാവ്ലിനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി പുറത്തു കൊണ്ടുവന്നത്. പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ എന്ന് പറഞ്ഞ 3 ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 374.5 കോടി രൂപയുടെ പണം നഷ്ടപ്പെട്ടു എന്ന് CAG എന്ന് പറഞ്ഞ ഭരണഘടനാ സ്ഥാപനം അവരുടെ റിപ്പോർട്ടിൽ കൊണ്ടുവരുന്നതാണ് അത് ആദ്യം വിവാദമാകുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കണമെന്നാണ്. അല്ലാതെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇങ്ങനെ തട്ടി മൂളിക്കരുത് ദയവ് ചെയ്ത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2006 ഹൈക്കോടതിയുടെ ബാലിയും VK ബാലിയും JB കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇതിൻ്റെ മുന്നിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കേസ് വരികയും ആ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇതിനകത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ CBI അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് CBI അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ പിണറായി വിജയൻ, അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, 9ാം പ്രതിയായി പിണറായി വിജയൻ വന്നു. പിണറായി വിജയനെ അറേഞ്ച് ചെയ്തു 9ാമത്തെ അക്യൂസ്ഡായിട്ട്. ആ വിഷയത്തിൽ പിന്നീട് ചാർജ് ഷീറ്റ് CBI കൊടുത്തു. ആ ചാർജ് ഷീറ്റ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കാരണം ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ക്ലോസ് ട്രെൻഡലിനെ വേറൊരു കുറ്റപത്രത്തിലാക്കി. ബാക്കിയുള്ള പ്രതികൾ ഉൾപ്പെടെയുള്ള 8-9 പ്രതികൾ CBI കോടതിയിൽ വിചാരണ നേരിടാൻ പോയി. ആ വിചാരണ നേരിടാൻ പോയപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. അല്ലാതെ സുപ്രീം കോടതിയിലുള്ള ഡിസ്ചാർജ് പെറ്റീഷൻ അല്ല. CRPCയിലെ 259 എന്ന് പറഞ്ഞൊരു ഒരു വകുപ്പുണ്ട്. അതാണ് ഡിസ്ചാർജ് പെറ്റീഷൻ. ആ ഡിസ്ചാർജ് പെറ്റീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും പ്രതിക്ക് ഡിസ്ചാർജ് ആവശ്യപ്പെടാം. കാരണം വളരെ ഫ്രിവോലസ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് ചാർജ് ഷീറ്റിലുള്ളത്. അതുകൊണ്ട് എന്നെ ഈ കേസിൽ നിന്ന് കുറ്റമുക്തനാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഘട്ടത്തിൽ പോലും പ്രതികൾക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ കോടതി അത് പരിശോധിച്ചിട്ട് ടോട്ടലി ഫ്രിവോലസ് ആണെങ്കിൽ, ഒരടിസ്ഥാനവുമില്ല എന്നാണെങ്കിൽ കോടതിക്ക് വെറുതെ വിടാം. പക്ഷേ കോടതിക്ക് അത് പരിശോധിക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം അന്വേഷണം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് സമർപ്പിച്ച കേസാണല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ടോട്ടലി ഫ്രിവോലസ് ആണെങ്കിൽ കോടതിക്ക് വെറുതെ വിടാം. അങ്ങനെ 2014 തിരുവനന്തപുരം CBI കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും അന്ന് കുറ്റവിമുക്തരാക്കി. ആ കുറ്റമുക്തരാക്കിയിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെതിരെ CBI അപ്പീലിന് പോയി. ആ അപ്പീല് 2017 ഓഗസ്റ്റ് 23 ജസ്റ്റിസ് P. ഉബൈദ്
വിധി പറഞ്ഞു. ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണം ടി ജി മോഹൻദാസ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇതൊന്നും അറിയാതെ ഇങ്ങനെ വലിയ ബുദ്ധിജീവിയാണെന്ന് തട്ടിവിടുമ്പോഴാണ് മണ്ടത്തരങ്ങളായും മാറുന്നത്. അതുകൊണ്ടാണ് ഞാനിത് താങ്കളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത്. 2017 ഓഗസ്റ്റ് 23 ജസ്റ്റിസ് പി ഉബൈദ് വിധി, സിംഗിൾ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചു. അതിൽ പിണറായി വിജയനും കെ മോഹനേന്ദ്രനും എ ഫ്രാൻസിസും അടങ്ങുന്ന 3 പേർ കുറ്റവിമുക്തരായി. പിന്നെ കസ്തൂരി രംഗ അയ്യർ, അതുപോലെ തന്നെ ഒരു രാജശേഖരൻ നായർ, അതുപോലെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട്, ശിവദാസൻ. ഇവർ 3 പേരും വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നു 2017 ഓഗസ്റ്റ് 23. അപ്പോൾ കൺകറൻ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും 2014 CBI കോടതി എല്ലാവരെയും കുറ്റവിമുക്തരാക്കിയെങ്കിൽ 2017 ഓഗസ്റ്റ് 23 വിധി 3 പേര് ട്രയൽ നേരിടണമെന്ന് പറഞ്ഞു, 3 പേർ കുറ്റവിമുക്തരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാറ്റം വന്നു. കൺകറൻ്റ് വിധിയാണെങ്കിലും അതിനകത്തൊരു മാറ്റം വന്നു. അതിനെതിരെ 2017 ഒക്ടോബർ 10 CBI സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ആ അപ്പീലാണ് ഇപ്പോൾ 38-39 തവണയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഈ ടി ജി മോഹൻദാസ് തട്ടിവിടുന്ന കേട്ടാൽ നമ്മൾ സഹിക്കില്ല. അതിനിപ്പോൾ 38 പ്രാവശ്യം മാറ്റി വെച്ചത് 350 പ്രാവശ്യം മാറ്റി വെക്കുന്ന കേസുകളുമുണ്ട് എന്നൊക്കെയാണ് ഇയാൾ തട്ടിവിടുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ് അത് ചിലപ്പോൾ മെൻഷൻ ചെയ്യും. അതായത് ഈ കോടതികളിൽ കേസ് കേൾക്കണമെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാറുണ്ട്. ആ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് ആ കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു, ആ മെൻഷനിങ്ങും കൂടെ ചേർത്തിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആളുകളെ പരിഹസിക്കുകയാണ്. ഇതൊന്നും അറിയാവുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് ബോധ്യമില്ലാതെ ആളുകളെ അദ്ദേഹം ചുമ്മാ പരിഹസിക്കുകയാണ്. അങ്ങനെ മെൻഷനിങ് കൊണ്ടൊന്നുമല്ല ഈ 38 പ്രാവശ്യം വന്നിട്ടുള്ളത്. അതൊക്കെ ഓരോ തവണ മാറ്റി വെക്കുമ്പോഴും അത് ശ്രദ്ധിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് ശ്രീമാൻ ടി ജി മോഹൻദാസ് ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ അത് അദ്ദേഹം പറയുകയാണ് 350 പ്രാവശ്യം മാറ്റി വെക്കുന്നത്. എന്തൊരു അസംബന്ധമാണ് ഇയാൾ തട്ടിമൂളിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം? സുപ്രീം കോടതിയുടെ മുന്നിൽ കൺകറൻറ്റ് ജഡ്ജിമെൻ്റാണുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കൺകറൻറ്റ് ജഡ്ജിമെൻറ്റ് വരുമ്പോഴത്തേക്കും കൺകറൻറ്റ് ജഡ്ജിമെൻറ്റിൽ മിക്കവാറും അത് സുപ്രീം കോടതി അത് നോക്കിയിട്ട് കൺകറൻറ്റ് ജഡ്ജിമെൻറ്റിനകത്ത് പിന്നെ എതിർവിധി വരാനുള്ള സാധ്യത ഒന്നുമില്ല എന്നൊക്കെയാണ് ശ്രീമാൻ ടി ജി മോഹൻദാസ്. ആ അസംബന്ധമാണ്. കൺകറൻറ്റ് ജഡ്ജിമെൻറ്റുകൾ ഒരുപാടെണ്ണം സുപ്രീം കോടതി എത്തി ചവിട്ടോട്ടെ കളഞ്ഞിട്ടുണ്ട്. അതായത് കീഴ്ക്കോടതികളിൽ എതിരായിരുന്ന ഒരുപാട് വിധികൾ, അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ടി ജി മോഹൻദാസ് സമയമുണ്ടെങ്കിൽ ആ ഗൂഗിളിലും ഇന്ത്യ കാനൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനുണ്ട്, അതിലൊക്കെ തപ്പിയാൽ ടി ജി മോഹൻദാസിന് തന്നെ മനസ്സിലാവും. അപ്പോൾ ടി ജി മോഹൻദാസ് പറയുന്നത് എന്താണെന്നറിയോ? കൺകറൻ്റ് ആണ് ജഡ്ജിമെൻറ്റ്, അതുകൊണ്ട് ഇത് പിണറായി വിജയൻ അനുകൂലമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഇതിനകത്ത് ലീഗലായിട്ടൊന്നുമില്ല, എല്ലാം പൊളിറ്റിക്കലാണ്. ഏത് ലോകത്താണ് ഇയാൾ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനകത്ത് നിയമപ്രശ്നമെന്ന് പോലും ടി ജി മോഹൻദാസിന് അറിയില്ല. എന്താണ് ഇതിനകത്ത് പ്രശ്നം? 3 പേരെ കുറ്റവിമുക്തരാക്കി, 3 പേര് ട്രയലിന് പോകണമെന്ന് പറഞ്ഞു. ഈ കുറ്റവിമുക്തരാക്കിയവരാരാ? ഒന്ന് മന്ത്രി, ഒന്ന് വകുപ്പ് സെക്രട്ടറി, ഒന്ന് വകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറി. മന്ത്രി പിണറായി വിജയൻ, വകുപ്പ് സെക്രട്ടറി കെ മോഹനേന്ദ്രൻ, പിന്നെ അഡീഷണൽ സെക്രട്ടറി എ ഫ്രാൻസിസ്. ഇവർ 3 പേരുമാണ് നയപരമായ തീരുമാനമെടുക്കുന്നവർ. ആ നയപരമായ തീരുമാനമെടുക്കുന്ന 3 പേരെയും ഹൈക്കോടതി വെറുതെ അങ്ങ് വിട്ടു. എന്നിട്ട് ആ നയം നടപ്പിലാക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ ആർ ശിവരാജൻ, ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കസ്തൂരി രംഗ അയ്യർ, ഇലക്ട്രിസിറ്റി ബോർഡിലെ അക്കൗണ്ട്സ് മെമ്പർ രാജശേഖരൻ നായർ, അവരെ 3 പേരെയും ട്രയലിന് വിടണമെന്ന് പറഞ്ഞു. എന്തൊരു അസംബന്ധമായ എൻ്റെ ടി ജി മോഹൻദാസ്, നിങ്ങൾ ഇതിൻ്റെ ഒരു ബേസിക്സ് പഠിക്കണ്ടേ? നിങ്ങൾ വലിയ ബുദ്ധിജീവിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ? നിങ്ങൾ പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പ് പെട്ടിയും കയ്യിൽ വെച്ചുകൊണ്ട് നേരെ വന്ന് അഭിമുഖം നിൽക്കുന്ന ആളുടെ മുന്നിൽ ഇരിക്കുകയാണ്. അതാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത്. സോപ്പ് പെട്ടി മാത്രമേ നിങ്ങളുള്ളൂ, നിങ്ങൾ വിഷയം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ലീഗൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നയപരമായിട്ടുള്ള തീരുമാനം എടുത്തവർ അക്യൂറ്റഡ്, അത് നടപ്പിലാക്കുന്നവർ അക്യൂസ്ഡ്. അതെങ്ങനെ നിലനിൽക്കും എൻ്റെ ടി ജി മോഹൻദാസ്? അപ്പോൾ ടി ജി മോഹൻദാസ് ഇതിനകത്ത് ലീഗൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, പൊളിറ്റിക്കൽ മാത്രമുള്ളെന്ന് എങ്ങനെയാണ് ടി ജി മോഹൻദാസിന് തീരുമാനിക്കാൻ പറ്റുക? അത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ടി ജി മോഹൻദാസേ ഞാൻ ചോദിക്കുകയാണ്. എന്നിട്ട് ടി ജി മോഹൻദാസ് പറയുകയാണ് CBIക്ക് യാതൊരു കുഴപ്പമില്ല. CBI ഒന്നുമല്ല. CBIനകത്ത് CBI അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് സത്യേന്ദ്ര ജയിലിൻ്റെ കേസുണ്ടാകും, അവിടെ പോകേണ്ടി വരും. ഇപ്പുറത്ത് സിസോദിയുടെ കേസുണ്ടാകും, അവിടെ പോകേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത് ടി ജി മോഹൻദാസ്, നിങ്ങളുടെ തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ 6.5 വർഷമായില്ലേ CBI കേസ് മാറ്റി വെക്കുന്നു? 6.5 വർഷം.
2017 ഒക്ടോബർ 23-നും 2024 ജനുവരി ഫെബ്രുവരി 8-നും ഇടയിൽ 6 വർഷം കഴിഞ്ഞില്ലേ ടി ജി മോഹൻദാസ്? ഈ 6 വർഷക്കാലവും CBIക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാനായിരുന്നോ സമയം? എന്ത് താങ്കൾ ആരെയാണ് നിങ്ങളിങ്ങനെ ബലം പിടിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ടി ജി മോഹൻദാസെ. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യായാമത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം, ഒന്ന് വെളുപ്പിച്ചെടുക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് പിണറായി വിജയനെ പിണറായി വിജയനെ വിചാരണ നേരിടണമെന്ന് പറഞ്ഞാലോ? എന്നാലും മോഹൻദാസിനെ അങ്ങോട്ട് സഹിക്കുന്നില്ല. പിണറായി വിജയൻ ഇതിൽ കുറ്റക്കാരനാണെന്ന് കോടതി തീരുമാനിക്കുന്നു പറയുന്നത് പോലും ടി ജി മോഹൻദാസിന് ഇഷ്ടപ്പെടുന്നില്ല. പറയുന്നത് പോലും അതങ്ങനെയാണെങ്കിൽ ഇതാണ്. അങ്ങനെയാണെങ്കിലും അത് കുറ്റാരോപിതനാവുകയുള്ളൂ. അങ്ങനെ ആരോപണം വന്നെന്നും പറഞ്ഞ് രാജിവെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇയാൾ. ഈ ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ ആൾ, ഇയാൾ ആരാണ്? ഇയാൾ ചാനലിൽ വന്ന് BJP-കാരനും RSS-കാരനെയും തോപ്പിക്കുന്ന നിലയിൽ തീവ്ര ഹിന്ദു നിലപാടുകൾ വെട്ടിവിളമ്പുന്ന ഇയാൾ വന്നിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അഴിമതിക്കാരനെ വെളുപ്പിക്കാനായിട്ടുള്ള 1 2 3 സോപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇയാൾ. എന്നാൽ ഇയാൾക്ക് കാര്യം അറിയാവോ? ഒരു ചുക്കും ചുണ്ണാമ്പും ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ ഒരു കള്ള നാണയമാണ്. ഇയാൾ പിണറായി വിജയൻ്റെ ഒരു ഏജൻ്റാണ്. ഇയാൾ പിണറായി വിജയനെ പരസ്യമായി വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ വെളുപ്പിക്കലുകൊണ്ട് ആ വെളുപ്പിക്കൽ നടത്തുന്ന ആ പ്രവർത്തനത്തിൽ ഇയാൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ ഇയാൾക്കൊരു സ്ഥാനം കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം CPM-കാരെ പോലും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ടാണ് ഈ BJP-ക്കും RSS-നും വേണ്ടി തീവ്ര നിലപാടെടുക്കുന്ന ഈ ടി ജി വലിയ ജോലികളൊന്നും ഇല്ലയെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല. വക്കീലാണെങ്കിലും എനിക്കങ്ങനെ കേസും പുല്ലൊന്നുമില്ല. ഞാൻ ഹൈക്കോടതിയിൽ പോയി ചിലപ്പോൾ അവിടെ കേസ് നടക്കുമ്പോൾ അവിടെ ഇരിക്കാറുണ്ടെന്നാണ് അറിയുള്ളൂ. അപ്പോൾ കേസ് ഒന്നും ആയിക്കൊള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അങ്ങനെ ജോലിയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കാണും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വലിയ പിടിയൊന്നുമില്ല ഇതിനെക്കുറിച്ച്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കണം, വെള്ളപൂശണം, കഴുകി വെളുപ്പിക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഇയാൾക്കുള്ളൂ. അതിലയാൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് പറയാനുള്ളത് നിങ്ങളായി ഇയാളെ പരിഗണിക്കണം. കാരണം നിങ്ങളുടെ പാർട്ടിക്കാരൻ ചെയ്യാത്ത അത്ര സേവനമാണ് ഇയാൾ വന്നിരുന്നുകൊണ്ട് സ്വയം അപഹാസ്യനായി, സ്വയം തുണി ഉരിഞ്ഞ്, സ്വയം പരിഹാസ്യനായി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അയാൾക്ക് അർഹിക്കുന്ന സ്ഥാനം പിണറായി വിജയൻ കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.